കഥ ഭർത്താവ് ഭാഗം 67. ഗോപിനാഥൻ വന്നപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന പാർസൽ തുറന്നെടുത്ത് ദോശ വേണ്ടവർക്ക് ദോശയും പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ടയും പാത്രങ്ങളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്രീലേഖ. ഡൈനിങ് ടേബിളിന് മേൽ 5 പാത്രങ്ങൾ വെച്ച് കണ്ടതോടെ ചന്ദ്രിക അവളോട് പറഞ്ഞു, ഗോപിയേട്ടനും കഴിക്കാതെയാ മോളെ വന്നത്, ഇതെന്താ 5 പാത്രം വെച്ചിരിക്കുന്നത്? ഒരു പാത്രത്തിൽ കൂടി എടുക്കേ. ഇത് ചെറിയച്ഛനുള്ളതാ. ശ്രീലേഖ ചൂട് ദോശ വെച്ചിരുന്ന പാത്രം ചന്ദ്രികയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. അപ്പോൾ ആരാ ഇന്ന് രാത്രി നിരാഹാരം ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്? ഒരാൾക്കുള്ള ആഹാരം എടുത്തിട്ടില്ലല്ലോ. എനിക്ക് വിശപ്പില്ല ചെറിയമ്മേ, നിങ്ങൾ കഴിക്ക്. ശ്രീലേഖ എല്ലാവരെയും വിളിച്ചും കൊണ്ടുവന്ന് വരാനായി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ ചന്ദ്രിക അവളുടെ കൈക്ക് പിടിച്ചു. അവിടെ നിൽക്ക്. എന്താ നിനക്ക് വിശപ്പില്ലാത്തത്? നീ ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിച്ചതല്ലല്ലോ. നീ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വന്ന് പട്ടിണി കിടക്കാനാണ് പെണ്ണെ? ആണെങ്കിൽ നാളെ രാവിലെ എല്ലാവരും തിരിച്ച് എൻ്റെ കൂടെ തളിക്കലേക്ക് പോന്നോണം. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി എല്ലാവരും. എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ ചെറിയമ്മേ. എനിക്കുള്ള ആഹാരം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാനത് പിന്നീട് കഴിച്ചോളാം. പിന്നീടല്ല, ഇപ്പോൾ കഴിച്ചോണം, അതും ഞങ്ങളോടൊപ്പം ഇരുന്ന്. പിന്നീടാക്കിയാൽ അത് നീ കഴിക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പാ. ചന്ദ്രിക ചെന്ന് ഒരു പാത്രം എടുത്തു വെച്ച് അതിലേക്ക് 2-3 ദോശ എടുത്ത് വെച്ചു. ഇത് നിനക്കുള്ളതാ കേട്ടല്ലോ. അയാൾ പട്ടിണി ഇരുന്നും കൊണ്ട് ബാക്കിയുള്ളവരെ ഊട്ടാൻ നോക്കുന്നു. മര്യാദയ്ക്ക് എടുത്ത് കഴിച്ചോണം അത് മുഴുവൻ. ചന്ദ്രിക സ്നേഹം കലർന്ന ശാസനാരൂപേണ പറഞ്ഞു. ശ്രീലേഖ ചലിക്കാതെ ആ ആഹാരത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടു ചന്ദ്രിക അവളുടെ മുഖം പിടിച്ചുയർത്തി. നിനക്ക് എന്താ മോളെ പറ്റിയത്? ഇത്രയും നേരം ഏത് കൊടുങ്കാറ്റടിച്ചാലും ചലിക്കാത്ത വൻമരം പോലെ നിന്നിട്ട് പെട്ടെന്ന് നീ എന്താടി ഇങ്ങനെ മനസ്സ് പതറിയതുപോലെ നിൽക്കുന്നത്? അവർ അവളുടെ ഇരു കണ്ണുകളിലേക്കും മാറി മാറി നോക്കി. ഏയ് ഒന്നുമില്ല ചെറിയമ്മേ, ചെറിയമ്മയ്ക്ക് തോന്നുന്നതാ. ഞാൻ എന്തൊക്കെയോ ഒന്ന് ഓർത്തുപോയി. ഞങ്ങളെല്ലാം കൂടി ഇവിടെ ശബ്ദം നേർത്തു വന്നപ്പോൾ ഒച്ചയടഞ്ഞതുപോലെ അവൾ നിർത്തിക്കളഞ്ഞു. അത് വിട്ടേരും മോളെ. സരോജിനി ചേച്ചിയെ കുറിച്ചോർക്കുമ്പോൾ ഞങ്ങൾക്കും സങ്കടമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അങ്ങനെ സംഭവിച്ചു പോയില്ലേ മോളെ. അതിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമല്ലോ. പിന്നെന്താ, എല്ലാത്തിനും ഇത്തിരി സാവകാശം വേണമെന്ന് മാത്രം. ആഹാരം തണുത്തു പോകുന്നതിന് മുമ്പേ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരട്ടെ ചെറിയമ്മേ ഞാൻ? ശ്രീലേഖ അവരുടെ മുമ്പിൽ നിന്ന് ഒഴിവാകാൻ നിന്നോണം പറഞ്ഞു. ചന്ദ്രികയ്ക്ക് പക്ഷേ അത് മനസ്സിലാവുകയും ചെയ്തു. നീ എവിടെ നിൽക്ക്. അവരെ വിളിച്ചു കൊണ്ടുവരും മുമ്പേ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിച്ചോട്ടെ മോളെ. ആദ്യം എന്നോട് അനുവാദം ചോദിക്കുന്നത് ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം നിനക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ്. എന്തിനാ ചെറിയമ്മേ മുഖവര? ചെറിയമ്മയ്ക്ക് എന്നോട് എന്തും ചോദിക്കാമല്ലോ. അതിനുള്ള അധികാരമുള്ളവരല്ലേ ചെറിയമ്മയും ചെറിയച്ഛനും. അവൻ ഇപ്പോൾ തന്നെ നമുക്ക് വേണ്ടി എത്രയധികം ബുദ്ധിമുട്ടിട്ടെന്ന് നിനക്കറിയാവോ എന്നല്ല, എനിക്കറിയാം. നീയും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ എല്ലാം. ഇപ്പോഴും സരോജിനി ചേച്ചിയുടെ ഓരോ കാര്യവും പോയി അന്വേഷിച്ച് നമ്മളെ അറിയിക്കുന്നത് അവനല്ലേ മോളെ? അവനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സുകുമാരൻ്റെ കാര്യമാണേ. അവന് ഡ്യൂട്ടിക്ക് പോകണമെന്നോ ഓവർ ടൈം ജോലിയുണ്ടെന്നോ ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകാമായിരുന്നു. അതല്ലെങ്കിൽ സമയമില്ലെന്ന് മുടന്ത ന്യായം പറഞ്ഞും മാറി നിൽക്കാം. പക്ഷേ ഏത് തിരക്കിനിടയിലും അവൻ ഓടിവന്ന് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്യുമ്പോൾ അത്രയും ക്രൂരമായി അവനോട് പെരുമാറാൻ പാടുണ്ടായിരുന്നു മോളെ. നമ്മളൊരു മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് അവൻ കേൾക്കെ ഈ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമല്ലെന്നും മേലിൽ അങ്ങോട്ട് വന്നു പോകരുതെന്നും ഒക്കെ പറയുമ്പോൾ അത് അയാൾക്ക് മാനസികമായി എത്രയധികം സങ്കടം ഉണ്ടാക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ മോളെ? അന്യരോടാണെങ്കിൽ പോലും വീട്ടിലേക്ക് വരുന്ന ഒരാളോട് നമ്മൾ അങ്ങനെയൊക്കെ പറയാമോ? ശാന്തമായ സ്വരത്തിൽ ചന്ദ്രിക ചോദിച്ചു. നമ്മളാരും ആവശ്യപ്പെടാതല്ലേ ചെറിയമ്മേ അയാൾ നമ്മളെ സഹായിക്കുന്നത്? അയാളുടെ സഹായം നമ്മൾക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും അയാൾ നമ്മോട് തിരക്കുന്നില്ല. അയാൾ സ്വയം വന്നു നിന്ന് നമുക്ക് സേവ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മനസ്സിലെ നന്മ കൊണ്ടൊന്നും ആണെന്ന് ചെറിയമ്മ കരുതല്ലേ. വെറും കുറ്റബോധം കൊണ്ടുണ്ടാകുന്ന പക്ഷാതാപം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അയാൾ എത്ര പക്ഷാതാപിച്ചിട്ടെന്താ ചെറിയമ്മ കാര്യം? അയാൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അയാൾ ഒറ്റയാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ദുരന്തമാണിതെന്ന്. 12 വർഷം നെഞ്ചോരം ചേർന്ന് നടന്നിട്ട് സ്നേഹിച്ച പെണ്ണിന് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ജീവിതം നേടിത്തന്ന മഹാനല്ലേ. നിഷ്കരണം അയാൾ എന്നെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ചെറിഞ്ഞിട്ടത് എരിത്തിയിലേക്കാണെന്ന് ഇനിയെങ്കിലും അയാൾ മനസ്സിലാകട്ടെ. ഒരു തുണ്ട് വെള്ളപ്പേപ്പറിൽ സ്നേഹിച്ച് പെണ്ണിന് സ്വർഗതുല്യമായ ജീവിതം തന്നിട്ട് ഒളിച്ചോടിപ്പോയ ഇയാൾ
അയാൾ എനിക്ക് സമ്മാനിച്ചത് ഈ ദുരന്തമാണെന്നറിഞ്ഞിട്ടും വീണ്ടും എൻ്റെ മുമ്പിൽ വന്ന് നിവർന്നു നിൽക്കാൻ നാണമാകുന്നില്ലേ? അയാൾ വെച്ച് നീട്ടുന്ന ഒരു സൗജന്യവും ഇനി എനിക്കോ എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ട ചെറിയമ്മേ. അതിന് ആരുടെയെങ്കിലും ജീവനാണെങ്കിൽ അതുപോലും ഞാൻ നിഷേധിക്കും. അവളെന്തോ തീർത്തുറപ്പിച്ച മട്ടിൽ പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കവേ ചന്ദ്രികയ്ക്ക് തോന്നി അത് യാതൊരു ചലനവുമില്ലാത്ത വാക്കുകളാണ് അതെന്ന്. താൻ ചതിക്കപ്പെട്ടതിൻ്റെ ആത്മരോഷത്തിൽ അവളുടെ മുഖം പിടയുന്നുണ്ട്. ഇപ്പോൾ ഇനി അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് തോന്നിയതിനാൽ ചന്ദ്രിക ആ സംസാരം തുടരാൻ നിന്നില്ല. ആഹാരം കഴിച്ചതിന് ശേഷം ഗോപിനാഥനും ചന്ദ്രികയും ശ്രീലേഖയുമായി സിറ്റൗട്ടിലിരുന്ന് സംസാരിക്കവേ മധുരിമ അവരുടെ അടുത്തേക്ക് വന്നു. അമ്മ, സുനിത ഇനി തുടർന്ന് പഠിക്കാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത്. അവൾ ഇക്കാര്യം നിങ്ങളോടാരോടെങ്കിലും പറഞ്ഞിരുന്നോ? മധുരിമ അവരെ മൂവരെയും മാറി മാറി നോക്കി. നിന്നോട് ആര് പറഞ്ഞു മോളെ? അവളാണോ പറഞ്ഞത്? ഗോപിനാഥൻ കസേരയിലിരുന്നും കൊണ്ട് മുഖം തിരിച്ച് മകളെ നോക്കി. ഞാൻ അവിടുന്ന് അവളുടെ കോഴ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാ. അത് അവൾ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും മോളെ. അവളെങ്ങനെ പഠിത്തമൊന്നും നിർത്തില്ല. ചന്ദ്രിക അത് വിശ്വാസം വരാത്ത മട്ടിൽ പറഞ്ഞു. അല്ലമ്മ, അവൾ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകണമെന്ന് പറഞ്ഞിരുന്നതല്ലേ. അതെല്ലാം അവൾ വിട്ടെന്നാണ് പറയുന്നത്. വിട്ടോ? എന്നിട്ട് അവൾ എങ്ങോട്ട് പോകാൻ പോകുന്നു? എന്നാൽ അതെനിക്കൊന്ന് അറിയണമല്ലോ. ശ്രീലേഖ പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. മോളെ, നീ ചെന്ന് ഇപ്പോൾ അവളെ ചോദ്യം ചെയ്യാനൊന്നും നിന്നേക്കല്ലേ. അതവൾക്ക് കൂടുതൽ സങ്കടമാകും. ഇപ്പോൾ തന്നെ അവളുടെ മനസ്സിലുണ്ടാവുക ഒരാൾ മരണപ്പെടാനും തൻ്റെ അമ്മയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോകാനും കാരണക്കാരി താനാണെന്നാവും. മറ്റുള്ളവരൊക്കെ തന്നെ അതേ കണ്ണുകൾ കൊണ്ട് കാണുകയും അവരുടെയൊക്കെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുമെന്ന ചിന്തയാകും അവളെ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുക. നമ്മളൊക്കെ തകർന്നിരിക്കുന്നത് അവളാകും മോളെ. എല്ലാവരുടെ മുമ്പിലും ഒരു മറയിട്ട് വെച്ചും കൊണ്ട് അവളത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവളോട് ദേഷ്യപ്പെടാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ഉദ്യമത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗോപിനാഥൻ ശ്രീലേഖയോടായി പറഞ്ഞു. പുറത്ത് മഞ്ഞ് വീണ് തുടങ്ങി, നമുക്ക് പോയി കിടക്കാം. ഗോപിയേട്ടന് രാവിലെ പോകേണ്ടതല്ലേ. എണീറ്റ് വരിൻ. ആ സാഹചര്യത്തിന് ഒരയവ് വന്നോട്ടെ എന്ന് കരുതി പറഞ്ഞുകൊണ്ട് ചന്ദ്രിക എണീറ്റ് അകത്തേക്ക് നടന്നു. ഭാര്യയ്ക്ക് പിന്നാലെ ഗോപിനാഥനും എണീറ്റതോടെ ശ്രീലേഖ അയാളുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ? അവൾക്ക് തന്നോടെന്തോ പറയാനുണ്ടെന്ന് അയാൾക്ക് തോന്നി. ചെറിയച്ഛൻ അവളോടൊന്ന് സംസാരിക്കണേ. 2 ദിവസമായി അവൾ ദൂരെ മാറിയിരുന്ന് എന്തോ ചിന്തിച്ചിരിക്കുന്നത് കണ്ടപ്പോഴേക്കും എനിക്ക് സംശയം തോന്നിയതാ. പക്ഷേ അവളുടെ മനസ്സിൽ ഇതായിരിക്കുന്നിരുന്നെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. നീ വിഷമിക്കേണ്ട മോളെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവൾ ഒറ്റയ്ക്കാണോ തീരുമാനിക്കേണ്ടത്? അല്ലല്ലോ, നമ്മളൊക്കെയും ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ. മധുരിമ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നും ആകില്ല ചെറിയച്ഛ അവൾ അങ്ങനൊരു തീരുമാനമെടുത്തത്. അവളുടെ പഠിത്തത്തിന് മുമ്പോട്ടുള്ള ചിലവുകൾ ആര് വഹിക്കുമെന്നുള്ള ചിന്തയാകും അവളെ ഇങ്ങനൊരു തീരുമാനത്തിൽ എത്തിച്ചിട്ടുണ്ടാവുക. അവളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ചേച്ചി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറായി ഒരു ദിവസമെങ്കിലും ഇരിക്കണമെന്ന് അവൾക്കൊരു കൊതിയുണ്ടെന്ന്. അവളുടെ ആ ആഗ്രഹം നടത്തി കൊടുക്കേണ്ട ചുമതല എനിക്കുണ്ടെന്ന് ചെറിയച്ഛൻ അവളോടൊന്ന് പറയുമോ? ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവൾ കേട്ടെന്ന് വരില്ല. അതുകൊണ്ടാ. പോടി അവിടുന്ന്. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. നീ ഒറ്റയ്ക്കാണോ ഇതൊക്കെ ഏറ്റെടുക്കേണ്ടത്? ഞാൻ പിന്നെ നിൻ്റെ അച്ഛൻ്റെ അനിയനാണെന്നും പറഞ്ഞിരിക്കുന്നത് എന്തിനാ മോളെ? അവളുടെ ആഗ്രഹം പോലെ നമുക്കത് നടത്തി കൊടുക്കാം. നീ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാം ചേർന്ന്. എന്താ പോരെ? നിറഞ്ഞ മനസ്സോടെ ശ്രീലേഖ തലയാട്ടി. സന്തോഷം കൊണ്ടോ സങ്കടം വന്നിട്ടോ അവളുടെ കൺകോണുകൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാൻ പോകാതെ സുകുമാരൻ നേരെ ഡൈനിങ് ടേബിളിനടുത്തേക്ക് വരുന്നത് കണ്ട് കോമളം അവനോട് തിരക്കി. നീ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ മോനെ, അതിനു മുമ്പ് കുളി കഴിഞ്ഞോ? അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ താ. കോമളത്തിൻ്റെ ചോദ്യം ശ്രദ്ധിക്കാതെ അവൻ ഒരു കസേര വലിച്ചിട്ടിരുന്നു. എടാ, നീ കുളിച്ചിട്ടാണോ കഴിക്കാൻ വന്നിരുന്നത്? അവൻ മകനെ അടിമുടിയൊന്ന് നോക്കി. ആ കൈയെങ്കിലും ഒന്ന് കൈക്കിയിട്ട് വന്നിരിക്കടാ. കൈ കൈകിയില്ലെങ്കിൽ എന്താ അമ്മ ആഹാരം തരില്ലേ? എന്നാൽ ഞാനിവിടുന്ന് ഒന്നും കഴിക്കുന്നില്ല. കൈയും കൈകി കുളിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാം. എനിക്കൊരു കുന്തവും വേണ്ട.
അവൻ എണീറ്റ് ചെന്ന് ദിവാൻ കോട്ടിൽ വച്ചിരുന്ന ബാഗ് എടുത്തും കൊണ്ടുവന്ന് തൻ്റെ റൂമിലേക്ക് നടന്നു. എടാ സുഖു, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. വാ, എന്ന് വന്ന് കഴിച്ചിട്ട് പോ മോനെ. നീ കൈയും കഴുകണ്ട, വായും കഴുകണ്ട, പോരെ. കോമളം അവൻ്റെ പിന്നാലെ ചെന്ന് വിളിച്ചെങ്കിലും അവൻ കേൾക്കാത്ത ഭാവത്തിൽ തൻ്റെ റൂമിലേക്ക് കയറി വാതിൽ വലിയ ഒച്ചയിൽ വലിച്ചടച്ചു. കോമളം അമ്പരത്ത് പോയി. ശബ്ദം കേട്ട് തൻ്റെ റൂമിൽ നിന്നും ദിവാകരൻ ഇറങ്ങി പുറത്തേക്ക് വന്നു. ഇവിടെ ആരാടി പടക്കം പൊട്ടിച്ചത്? എന്തോരം ഒച്ചയായി പോയി. പടക്കമൊന്നുമല്ല, നമ്മുടെ മോൻ അവൻ്റെ റൂമിൻ്റെ വാതിലടച്ച ഒച്ചയാണ് കേട്ടത്. ഇന്ന് കയറി വന്നപ്പോൾ മുതൽ വലിയ ദേഷ്യത്തിലച്ചക്കൻ. എന്താ കാര്യം? നീ ചോദിച്ചില്ല അവനോട്? ചോദിക്കാനൊന്ന് നിന്ന് തന്നിട്ട് വേണ്ടേ? അതിനു മുമ്പേ ആ ഗുഹക്കകത്തേക്ക് കയറിപ്പോയില്ലേ? ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാണാം. രാത്രിയാകുമ്പോൾ ചിലപ്പോൾ കിടന്ന് അലറി വിളിക്കുന്നതും ഒക്കെ കേൾക്കാൻ പറ്റും. ഞാൻ നിന്നോട് കുറേ നാളായി പറയുന്നു അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ. ദേ പിന്നെ അത് തന്നെ. ഞാനാണ് മനുഷ്യ അവനോട് കെട്ടണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ അങ്ങനെ കേൾക്കുന്നവർ പറയൂ. എന്നാലൊരു കാര്യം ചെയ്യ്, ഈ ഞായറാഴ്ച ഷീബയെ കാണാൻ പോകാൻ റെഡിയാകാൻ പറയാം അവനോട്. ഇത്രയും നാൾ പറഞ്ഞതുപോലല്ല, മര്യാദയ്ക്ക് പോയി പെണ്ണ് കണ്ടോളാൻ പറ അവനോട്. ഇനി അതേയുള്ളൂ രക്ഷ. ഈയിടെയായി ദേഷ്യം അവന് മൂക്കിൻ തുമ്പത്ത. ചിലപ്പോൾ നിങ്ങൾ പറയുന്നതായിരിക്കും കാര്യം, അവന് നമ്മോട് പറയാനുള്ള മടി കൊണ്ട് പറയാതിരിക്കുന്നതാവും. ഏതായാലും പോയി കണ്ടിട്ട് വരട്ടെ. അവനിഷ്ടമായാൽ നമുക്കങ്ങ് നടത്തി കൊടുത്തേക്കാം, അല്ലേ? പിന്നല്ലാതെ. ദിവാകരനും ഉത്സാഹമായി. ഇത്രനാളും താൻ മനസ്സിലിട്ട് താലോലിച്ചിരുന്ന മകൻ്റെ കല്യാണം എന്ന സ്വപ്നം നടക്കാൻ പോകുന്നതിൻ്റെ ആവേശത്തിലായി അയാൾ. തുടരും കഥയുടെ അടുത്ത ഭാഗം.